നിങ്ങൾ 8,000 റുപ്പീസ് താഴെ ഒരു കിഡിലൻ വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ് മോട്ടോറോളയുടെ മോട്ടോ E13. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത് ഒരു ക്വിക്ക് അൺബോക്സിംഗ് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഇതാണ് മോട്ടോറോള മോട്ടോ E13 ബോക്സ്. ആൻഡ് ബോക്സിനകത്ത് കേസിനകത്ത് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ട്. ആൻഡ് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾക്കൊരു ചാർജിങ് ബ്രിക്കും അതേപോലെ തന്നെ USB Type-C കേബിളും ആൻഡ് നമ്മൾക്കൊരു സിം എജക്ടർ ടൂളും കുറച്ച് പേപ്പർ വർക്ക്സും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 8,000 റുപ്പീസ് ഫോണാണ് എന്ന് തോന്നുന്നില്ല. ഇതിന്റെ ബാക്ക് കണ്ടില്ല, ഇതൊരു PMMA മെറ്റീരിയലാണ്. ആൻഡ് ഇതിന്റെ മുകളിൽ അക്രിലിക് ഗ്ലാസ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് കൂടിയ ഒരു മിഡ് റേഞ്ച് ഫോണിന്റെ ഒക്കെ ഒരു ബാക്ക് പോലെ നമുക്ക് തോന്നും. ഏകദേശം 8.5 mm കുറവ് തിക്നെസ്സും 180 ഗ്രാമിൽ കുറവ് വെയിറ്റ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. മുകളിലായിട്ട് നിങ്ങൾക്ക് 3.5 mm ജാക്ക് കിട്ടുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ, താഴെയായിട്ട് നിങ്ങൾക്കൊരു സ്പീക്കർ ഗ്രില്ല്, അതേപോലെ USB Type-C പോർട്ടും ആൻഡ് മൈക്രോഫോണുമാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് സിം ട്രേ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏകദേശം 1 TB വരെ മെമ്മറി കാർഡ് ഇട്ട് ഇതിന്റെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഒരു ക്യാമറയും താഴെ ഒരു ഫ്ലാഷും കാണുന്നുണ്ട്. മോട്ടോറോളയുടെ ലോഗോ ഉണ്ട്. ആൻഡ് ടോട്ടലി ഒരു മാറ്റ് ഫിനിഷ് ആണ്. കൈ പിടിക്കാനായിട്ട് വളരെ ഹാൻഡി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബഡ്ജറ്റ് സെഗ്മെന്റിലെ സ്മാർട്ട് ഫോൺസ് നമ്മൾ മേടിക്കുമ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന പ്രോസസ്സേഴ്സ് ആണ് ഹീലിയോ G25, ഹീലിയോ G35, ഹീലിയോ G37, അല്ലെങ്കിൽ സാംസങ്ങിന്റെ ആണെങ്കിൽ Exynos 850 എന്നുള്ള പ്രോസസ്സേഴ്സ് ഒക്കെയാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് യൂണിസോക്കിന്റെ T606 പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. യൂണിസോക്കിന്റെ പ്രോസസ്സറാണ്. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പ്രോസസ്സേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള AnTuTu സ്കോർസ് ആണ് വരുന്നത്. ഏകദേശം 150Kയോളമാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ് 12 നാനോമീറ്റർ ബേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പെർഫോമൻസ് വൈസ് ഇതിന്റെ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിയലി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഇതിനകത്തുള്ള GPU ബെറ്റർ ആണ്. മാലി G57 ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് 4 GB റാമും 64 GB ഇന്റർണൽ സ്റ്റോറേജും ഉണ്ട്. ഈ 4 GB റാം LPDDR4X റാം ആണ്. പ്ലസ് ഇതിന്റെ ഒരു 2 GB റാമിന്റെ വെർഷൻ ഉണ്ട്. എന്നാൽ അതിനകത്തും നിങ്ങൾക്ക് 32 GB അല്ല 64 GB ഒരു ബേസ് സ്റ്റോറേജ് ആണ് ലഭിക്കുന്നത്. ബിക്കോസ് ബേസിക്കലി 2 GB റാം ഉള്ള സ്മാർട്ട് ഫോൺസിന്റെ കൂടെ 32 GB ഇന്റർണൽ ആണ് കൊടുക്കാറ്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ സ്റ്റോറേജ് ഫുള്ളായി ലാഗ് ആവും. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് 2 GB വേരിയന്റിലും 64 GB ഇന്റർണൽ മെമ്മറി കൊടുത്തിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണിന്റെ അകത്ത് സോഫ്റ്റ്വെയർ വൈസ് ആൻഡ്രോയിഡ് 13 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഹെവി ആയിട്ടുള്ള ആൻഡ്രോയിഡ് 13 അല്ല, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രം എടുത്തിട്ടുള്ള ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മളൊരു ബഡ്ജറ്റ് ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്ന് തോന്നില്ല. പ്ലസ് നോർമലി ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ് മേടിക്കുന്നവർക്ക് എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത്? നല്ല രീതിയിൽ ബാറ്ററി നിൽക്കണം. ആൻഡ് ഇതിനകത്ത് 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. കമ്പനി ക്ലെയിം ചെയ്തത് 42 ഡേയ്സിൻ്റെ ഒരു സ്റ്റാൻഡ് ബൈ ടൈമാണ്. ആൻഡ് അതേപോലെ Type-C ചാർജിങ് ആണ്. ചാർജറും കേബിളും ബോക്സിനകത്തുണ്ട്. സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിന്റെ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരു 15,000 എബോ ഉള്ള ഫോൺ പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന്. എന്നാൽ ഫ്രണ്ടിൽ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഒരു 6.55 ഇഞ്ചിന്റെ IPS LCD HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്ക് പറയാം. ഈ വിസിബിലിറ്റിയിലായാലും ഇൻഡോർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നമില്ല. ഔട്ട്ഡോറിൽ ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഷെയ്ഡ്സിലൊക്കെ ഇരിക്കുവാണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. പ്ലസ് ഇതിനകത്ത് നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും കൂടെയുണ്ട്. സോ ഡോൾബി അറ്റ്മോസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പീക്കർ കുറച്ചുകൂടെ ലൗഡർ ആണ്, കുറച്ചുകൂടെ പഞ്ചിയർ ആണ്. എന്താ പറയുക, ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് സ്മാർട്ട് ഫോൺസിൽ മറ്റ് സ്പീക്കേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ബെറ്റർ ആണ് ഈ ഒരു സ്പീക്കർ. ആൻഡ് ക്യാമറ വൈസ് ഈ ഒരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ 13 മെഗാപിക്സലിൻ്റെ AI ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ഇതിൽ നിന്നും എടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു തരാം. ആൻഡ് വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് 1080p 30 FPS വീഡിയോസ് എടുക്കാൻ പറ്റും. നിങ്ങളിത് കാണുന്നതാണ് ഇതിൽ നിന്നും എടുത്ത വീഡിയോസ്. അത്യാവശ്യം ഈ പ്രൈസ് പോയിന്റിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിക്കുള്ള വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം വരുമ്പോൾ ഫ്രണ്ട് ക്യാമറ ഒരു 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ആൻഡ് സെൽഫീസ് അത്യാവശ്യം നിങ്ങൾക്കിത് ഇത്തരത്തിലായിരിക്കും കിട്ടുന്നത്. പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഫ്രണ്ടിലുള്ള സെൽഫി വീഡിയോ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ നമുക്ക് കാണാം. ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് മോട്ടോ E13 സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട്
ക്യാമറയിലൂടെയാണ് ഫുൾ HD-യിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ HD 30 FPS. സോ ഏകദേശം ഇത്തരത്തിലായിരിക്കും ഇതിന്റെ വീഡിയോ ഔട്ട്പുട്ടും അതേപോലെ ഓഡിയോ ക്വാളിറ്റിയും വരുന്നത്. എന്നാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വേറെ ഫോണുകളിലൊന്നും കാണാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് IP52യുടെ ഒരു വാട്ടർ റെപ്പലന്റ് റേറ്റിംഗ് കൂടി ഉണ്ട്. എന്ന് മാത്രമല്ല ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഡ്യുവൽ ബാൻഡ് വൈഫൈ ലഭിക്കുന്നുണ്ട്. 2.4 GHz 5 GHz വൈഫൈയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ. പക്ഷേ എനിക്ക് മോട്ടോ ഫോൺസിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ അറിയോ, മോട്ടോ ഫോൺ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലാഷ് ഓൺ ആവും. കണ്ടില്ലേ, ഞാൻ പണ്ട് മോട്ടറോള ഫോൺ ഉപയോഗിച്ച കാലം തൊട്ട് ഞാനിങ്ങനെ ഈ ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഷേക്ക് ടു ടേൺ ഓൺ ഫ്ലാഷ്. ഈ സ്മാർട്ട് ഫോൺ 3 കളർ വേരിയൻസിലാണ് വരുന്നത്. കോസ്മിക് ബ്ലാക്ക്, പിന്നെ ഓറ ഗ്രീൻ, ക്രീമി വൈറ്റ്. സോ ഒരു ബഡ്ജറ്റ് ഫോണിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഈ സ്മാർട്ട് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 6,999 രൂപയാണ് 2GB 64 വേരിയന്റിന്. അതേപോലെ തന്നെ 7,999 രൂപയാണ് 4GB 64 വേരിയന്റിന്. പക്ഷേ ഈ ഫോണിൻ്റെ അകത്ത് ജിയോ ലോക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ജിയോയുടെ ഒരു ഓഫറാണ്. നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്ത് 15 ഡേയ്സിനുള്ളിൽ ഇതിനകത്തൊരു ജിയോ സിമ്മാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ജിയോ ലോക്ക് ചൂസ് ചെയ്യുവാണെങ്കിൽ 700 റുപ്പീസിന്റെ ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ 2000 രൂപയുടെ അഡീഷണൽ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് പ്രീപെയ്ഡ് റീചാർജുകളിൽ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. എന്ന് മാത്രമല്ല 500 രൂപയുടെ മിന്ത്രയുടെ വൗച്ചറും കൂടെ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ നോക്കുവാണെങ്കിൽ ജിയോ ലോക്കോട് കൂടിയാണ് ഈ ഫോൺ എടുക്കുന്നതെങ്കിൽ എഫക്റ്റീവ് പ്രൈസ് വെറും 6,299 രൂപ മാത്രമേ വരുള്ളൂ. പ്ലസ് 2000 രൂപയുടെ ആ ഒരു റീചാർജ് ക്യാഷ് ബാക്കും കൂടെ നിങ്ങൾ കൂട്ടുവാണെങ്കിൽ വീണ്ടും 2000 കുറയ്ക്കുക, ഏകദേശം 4,299 രൂപയ്ക്ക് ഇത് എഫക്റ്റീവ് പ്രൈസ് ആയിട്ട് മാറും. ജിയോ ലോക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. സോ മൈ ജിയോ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെയുള്ള സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യുവാണ് വിത്തിൻ 15 ഡേയ്സ് എങ്കിൽ നിങ്ങൾക്കും ജിയോ ലോക്ക് ആക്ടിവേറ്റ് ചെയ്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്യാഷ് ബാക്സും അതേപോലെ ഡിസ്കൗണ്ടഡ് പ്രൈസിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ജിയോ എക്സ്ക്ലൂസീവ് പീരീഡ് എന്ന് പറയുന്നത് 30 മാസമാണ്. ഏത് ജിയോ സിം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു വാലിഡ് ആയിട്ടുള്ള റീചാർജ് പ്ലാൻ ഉണ്ടായാൽ മാത്രം മതി. ആൻഡ് ജിയോ സിമ്മിലൂടെ മാത്രമേ ഡേറ്റ ഏതൊരു സ്ലോട്ടിൽ സിം ഇട്ടാലും വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് 30 മാസത്തിനിടയിൽ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ എക്സിറ്റ് ചാർജസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജിയോ ലോക്കിൽ നിന്നും നിങ്ങൾക്ക് പുറത്താവണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ സ്മാർട്ട് ഫോൺ ഫ്ലിപ്കാർട്ടിലും അതേപോലെ മോട്ടോയുടെ വെബ്സൈറ്റിലും ആൻഡ് റീറ്റെയിൽ സ്റ്റോറുകളിലും ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മേടിക്കണമെങ്കിൽ നമ്മുടെ ജിയോ മാർട്ട് സ്റ്റോറുകൾ, ഏകദേശം 60,000 കൂടുതലുള്ള ജിയോ മാർട്ട് സ്റ്റോറുകളിലും മൈ ജിയോ സ്റ്റോറുകളിലൊക്കെ നിങ്ങൾക്ക് പോയി ഇത് മേടിക്കാനായിട്ട് പറ്റും. സോ ഈ ജിയോ മാർട്ടും മൈ ജിയോ സ്റ്റോറുകളൊക്കെ എവിടേക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ലിങ്കും പർച്ചേസ് ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ മൊത്തത്തിൽ ഒരു 8,000 റുപ്പീസിൻ്റെ താഴെ ഒരു എന്താ പറയുക മൊത്തം എല്ലാം ഉള്ളൊരു വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ മോട്ടറോളയുടെ നിങ്ങൾ പ്രിഫർ ചെയ്യുവാണെങ്കിൽ ഇത് എന്തായാലും റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊഴിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.